ഹായ്. അപ്പോഴേ ഇന്ന് എണീറ്റപ്പം വല്ലാണ്ട് താമസിച്ചു പോയി. പിന്നെ രാവിലെ സൺഡേ ആയതുകൊണ്ട് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കി വന്നപ്പോ വീണ്ടും താമസിച്ചു പോയി. ഇപ്പൊ ഏകദേശം 12-12:30 ആയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കാണ് ഭക്ഷണം ഉച്ചക്കത്തെ കഴിക്കുന്നത്. അപ്പൊ 2 മണിയാവാൻ ഇനി അധികം സമയമില്ല. അപ്പൊ 8 പിടിയിൽ നമുക്കൊരു കറി വെക്കണം. അപ്പൊ എന്താ ഉണ്ടാക്കാന്ന് ആലോചിച്ചപ്പോഴാണ് ചിക്കൻ 65 ഉണ്ടാക്കാം. അതാവുമ്പോൾ പിന്നെ മാരിനേറ്റ് ചെയ്യുന്ന സമയം മാത്രമേ നമുക്ക് പോകുന്നുള്ളൂ. മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യുന്ന അത്രയും സമയം മതി നമുക്ക് ഉച്ചക്കത്തെ ലഞ്ചിന് കറി റെഡിയാക്കാൻ. അപ്പൊ നമുക്ക് ചിക്കൻ 65 ഉണ്ടാക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഞാൻ ക്യൂബാക്കി മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലില്ലാണ്ടാണ് എടുത്തേക്കണത്. അപ്പൊ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചാറുകറിക്ക് ഇതേ മീൻകറി ഇന്നലെ വെച്ചത് ഉണ്ട്. അപ്പൊ ചാറുകറി ആയല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ആക്കി വെക്കാം. അപ്പൊ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി മുളകൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ചുമന്നിരിക്കാനുള്ള മെയിൻ ഐറ്റം ഇടണ്ടേ, അപ്പൊ കാശ്മീരി മുളക് പൊടി. 1 സ്പൂൺ തൈര്. ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നല്ലവണ്ണം ഒന്ന് പരട്ടി വെക്കാം. തൈരിന് പകരം നാരങ്ങ നീര് ഒഴിച്ചാലും മതി കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. സമയമില്ലെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് എടുക്കാം. ഇതേപോലെ ഇതിന് അരിഞ്ഞെടുക്കാൻ അധികം സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 1 ഇഞ്ചി കഷ്ണം, 2-3 വെളുത്തുള്ളി, പിന്നെ 2-3 ചുവന്നുള്ളി, പിന്നെ കറിവേപ്പില വേണം. ചട്ടി അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ വേണം കേട്ടോ, ഫ്രൈ ആക്കി എടുക്കാനായതുകൊണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില മുകളിലും കൂടെ വിതറി കൊടുക്കാം. അപ്പൊ ദേ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ 65 ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ നിർത്തി കൊടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ സൺഡേ സ്പെഷ്യൽ ചോറ്, നമ്മുടെ ചിക്കൻ 65, വെജിറ്റബിൾ സലാഡ്, മീൻകറി, പച്ച മീൻകറിയാണ്, പിന്നെ പിയർ ഫ്രൂട്ട്. അപ്പൊ നമുക്ക് ചോറുണ്ടാം. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.